അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മളൊരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അല്ലാഹ് ഖൈറിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ അറിവുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു വലിയ ദുരന്ത ഭൂമികയിലാണ് നാം ഉള്ളത്, അല്ലേ? നാടെങ്ങും കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും ശക്തമായ മഴ പെയ്യുകയാണ്. ആ മഴ കൊണ്ട് പലയിടങ്ങളിലും വെള്ളം കയറി. വീടുകളിൽ, സ്കൂളുകളിൽ, പള്ളികളിൽ, അമ്പലങ്ങളിൽ, ദേവാലയങ്ങളിൽ, പലയിടങ്ങളിലും മനുഷ്യര് ജാതി മത വ്യത്യാസമില്ലാതെ പല സ്ഥലങ്ങളിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും എല്ലാവിധ ക്ഷമയും സഹനതയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വലിയ ബറക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു അവർക്കും നമുക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അത് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഭാസമാണ്. റബ്ബിന്റെ ഖളാ ഇല്ലാതെ, റബ്ബിന്റെ അനുവാദമില്ലാതെ, റബ്ബറിയാതെ ഒന്നും ഇവിടെ നടക്കൂല. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, നിങ്ങൾ ഒരിക്കലും ഇല്ല, മഴ അല്ലാഹു ഇറക്കിയാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറഞ്ഞത് മഴയെ അത് അല്ലാഹു ഇറക്കിയവനാണ്, അല്ലാഹുവാണ് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞു, വലാ തസുബ്ബു ദഹ്റ, കാലഘട്ടത്തെ, മഴയെ, നിങ്ങൾ കാലത്തെ, വെയിലിനെ, ഒന്നിനെയും നിങ്ങൾ ചീത്ത വിളിക്കരുത്, കുറ്റപ്പെടുത്തരുത്, പരിഹസിക്കരുത്. അത് അല്ലാഹുവിനെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അല്ലാഹു ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന മഴയുണ്ടല്ലോ, ആ മഴ അത് വലിയ അനുഗ്രഹമാണ്, അത് വലിയ അള്ളാഹുവിന്റെ റഹ്മത്താണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു വഴിക്ക് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ, നല്ലൊരു വഴിക്ക് പോകുമ്പോൾ ഒരു മഴ പെയ്തു, ഉറപ്പിച്ചോ, അതിൽ പരിപൂർണ വിജയമുണ്ട്, റാഹത്തുണ്ട്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നല്ലൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്താൽ അതിൽ റാഹത്തുണ്ട്, അനുഗ്രഹമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ വലിയ നേട്ടങ്ങളാണ്. ചെറിയ മഴ, ചെറുതായി ദോഷമല്ലാത്തത് മഴ വലിയ അനുഗ്രഹമാണ്. പക്ഷേ അത് ശക്തിയാർജിക്കുമ്പോ, കരുത്താർജിക്കുമ്പോ, തോരാതെ പെയ്യുമ്പോ അത് അല്ലാഹുവിന്റെ അദാബിനുള്ള, അല്ലാഹുവിന്റെ ശിക്ഷയ്ക്കുള്ള ഒരു താക്കീതായി, മുന്നറിയിപ്പായി നമ്മൾ കാണണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഴയെ നമ്മൾ തെറി വിളിക്കരുത്, ആ മഴയെ നമ്മൾ കുറ്റപ്പെടും. നശിച്ച മഴ പറയല്ലേ ഉമ്മ, അത് അല്ലാഹുവിനെ കുറ്റപ്പെടുത്തുന്നതിന് തുല്യാണ്. അല്ലാഹുവാണ് മഴയെ നിയന്ത്രിക്കുന്നത്, കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയിപ്പോ ശക്തമായ മഴ പെയ്താലോ? നമുക്കറിയാം, കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ വരുന്നത് അതീവ ഗുരുതരമായ മഴ തോരാതെ പെയ്യുകയാണ്. അങ്ങനെ ശക്തമായ മഴ പെയ്യുമ്പോ എന്റെ ഉമ്മമാരെ പഠിച്ചു വെച്ചോ, വാപ്പമാരെ പഠിച്ചു വെച്ചോ, രാത്രി കിടന്നുറങ്ങുമ്പോ മഴയുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോ വീടും വസ്തുക്കളെല്ലാം ഒലിച്ചു പോയിരിക്കുന്ന അവസ്ഥ. ഉമ്മയെ കാണുന്നില്ല, ഭാര്യയെ കാണുന്നില്ല. വയനാടിന്റെ പരിസരങ്ങളിൽ നടന്നുപോയ ദുരന്തങ്ങൾ നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്. കൂടെ കിടന്ന ഭാര്യയുടെ ജനാസ കിട്ടാതെ ഓടി നടക്കുന്ന ഭർത്താവിനെ കാണാത്ത ഭാര്യ, നൊന്തു പ്രസവിച്ച മക്കൾ, മണ്ണിനടിയിൽ എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത കരയുന്ന മാതാപിതാക്കൾ, അങ്ങനെ ഒരുപാട് ദുരന്ത ഭൂമിക നമ്മൾ കണ്ടവരാണ്. അല്ലാഹ് കാക്കട്ടെ. ശക്തമായ മഴ പെയ്യുമ്പോ, മഴ ശക്തിയാർജിക്കുമ്പോൾ മുത്ത് നബി തങ്ങൾ പറഞ്ഞു, ഈ ദുആ നിങ്ങൾ എല്ലാവരും ചൊല്ലണേ, അത് നിങ്ങൾ കഥാപാകാതിരിക്കാൻ രക്ഷയാകുമെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ പഠിച്ചോ, കാലം ഇങ്ങനെ തിമിർത്ത് പെയ്യുമ്പോ, മഴ ശക്തിയാർജിക്കുമ്പോ, ശക്തമായ മഴയുള്ളപ്പോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. മുത്ത് നബി തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ്? അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വല്ലറാബി വബുതൂനിൽ ഔദിയത്തി വമനാബിതി ശജർ. ഒന്നുകൂടി കേട്ടോ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വല്ലറാബി വബുതൂനിൽ ഔദിയത്തി വമനാബിതി ശജർ. ഒന്നുകൂടി കേട്ടോ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വല്ലറാബി വൽബുതൂനിൽ ഔദിയ വമനാബിതി ശജർ. എന്താണ് അർത്ഥം? പടച്ചവനെ, ഞങ്ങളുടെ മേൽ, അല്ല അല്ലാഹുവേ, ഞങ്ങളുടെ മേൽ ഈ മഴയെ നീ
അനുഗ്രഹമാക്കണം റബ്ബേ. അല്ലാഹുവെ പ്രതികൂലമാക്കല്ലേ അല്ലാ. അല്ലാഹുമ്മ ഹവാലൈന ഞങ്ങളുടെ പേരിൽ നീ മഴയെ തരണം പടച്ചവനെ. വല അലൈന ഞങ്ങൾക്ക് പ്രതികൂലമാക്കല്ലേ. അല്ലാഹുമ്മ അലൽ ആകാമി വൽ ദിറാബി വൽ ബുതൂനിൽ ഔദിയ വമനാബിത്തി ശജർ ചുറ്റുമുള്ള ആളൊഴിഞ്ഞ പ്രദേശങ്ങളുണ്ട്, അതുപോലെ മലകളുണ്ട്, അതുപോലെ താഴ്വാരങ്ങളുണ്ട്, മരങ്ങളുണ്ട്, അവിടെയൊക്കെ നീ ശക്തമായ മഴ പെയ്തോ, ഞങ്ങൾക്ക് നീ ദുരന്തം തരല്ലേ അല്ലാഹ് എന്ന പ്രാർത്ഥന ഈ ദുആ നമ്മൾ പഠിച്ചു വെച്ചോ. ശക്തമായ മഴ പെയ്യുമ്പോൾ ഇത് ചെയ്യണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ശക്തമായ മഴയൊന്നുമില്ല, ചെറിയൊരു മഴയാണ്, ചെറിയ മഴ പെയ്യുന്നുള്ള വലിയ ശക്തമായ കോരിച്ചെരിയുന്ന മഴയൊന്നുമില്ല. എന്നാൽ മഴ പെയ്യുമ്പോൾ നമ്മൾ ഈ ദുആ പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ദുആ എന്നറിയോ? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. പടച്ചവനെ ഈ മഴ ഉപകാരപ്രദമാക്കണമല്ല. ചെറിയൊരു മഴ പെയ്യാണ്, നമ്മളപ്പോൾ ദുആ ചെയ്യാം, അപ്പോൾ ഒളു എടുക്കണം, നമസ്കരിക്കണം, അങ്ങനെയൊന്നുമില്ല. മനസ്സിൽ കരുതിയാൽ മതി. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. ഇത് അശുദ്ധിയുള്ളവർക്കും ഈ പ്രാർത്ഥന ചൊല്ലാം. ദുആ ചൊല്ലുന്നതിന് അശുദ്ധി അല്ലാതെ പ്രശ്നമില്ലല്ലോ. ഖുർആൻ ആയത്തൊന്നും അല്ലല്ലോ. മനസ്സിൽ പറയാം അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, നാവ് കൊണ്ട് പറയാം അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. ദുആയാണിത്, ഇത് നമ്മൾ ചെയ്യണമെന്നാണ്. ഇനിയോ ഈ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പലയിടങ്ങളിൽ വെള്ളം കയറി ദുരന്തമാണ്. നമുക്ക് തരുന്ന പാഠങ്ങൾ എന്താ? നമുക്ക് നേടിയെടുക്കാൻ കഴിയേണ്ടത് എന്താ? നമ്മളിൽ നിന്ന് പഠിക്കേണ്ടത് എന്താ? എന്ത് വന്നാലും നമ്മൾ പഠിക്കൂലെന്ന നീയത്താണ്. കൊറോണ വന്നു, നമ്മൾ പഠിച്ചില്ല. പ്രളയം വന്നു, നമ്മൾ പഠിച്ചില്ല. വീണ്ടും അള്ളാഹു പല പരീക്ഷണങ്ങൾ തരികയാണ്. ഇനിയെങ്കിലും മനുഷ്യർ നന്നാകുമെന്നറിയാൻ വേണ്ടി നമ്മൾ നന്നാകാൻ സമയമായി. പ്രിയമുള്ളവരെ, അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസുകൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. ഈ പരീക്ഷണ സമയത്ത് ഒരു മുസ്ലിമിന്റെ കടമ എന്തൊക്കെയാണ്? ഒന്ന്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. നമുക്കറിയാം നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ എത്രയാണ് നമുക്കറിയാം. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 വട്ടമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നെങ്കിലും നമ്മൾ പറയൽ ബാധ്യതയാണ്. രണ്ടാമത്തത്, ചെയ്തു പോയ അപരാധങ്ങളെ തൗബ ചെയ്ത് മടങ്ങണം. തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. അല്ലാഹുവേ, പടച്ചവനെ, തമ്പുരാനെ, എൻ്റെ തൗബ, ചെയ്തു പോയ അപരാധങ്ങളെ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത് ഒരു വലിയ ദുരന്ത ഭൂമികയിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. അള്ളാഹു നമുക്ക് തന്ന കടമയാണെന്ന് മറന്നു പോകരുത്. മൂന്നാമതായി ശ്രദ്ധിക്കാനുള്ള കാര്യം, അള്ളാഹുവിനുള്ള ബാധ്യതകൾ മറന്നു പോകരുത്. എന്ന് പറഞ്ഞാൽ നിസ്കാരമാകട്ടെ, ഖുർആനിക പാരായണങ്ങളാകട്ടെ, ദിക്റുകളാകട്ടെ, അതൊന്നും മറന്നു പോകരുത്, അതൊന്നും താഴേക്ക് പോകരുത്, കൂടുതൽ അടുക്കുന്നവരാവുക. മൂന്നാമത്തെ കാര്യം. നാലാമത് മഹാരഥന്മാർ പഠിപ്പിക്കുന്നു, മുൻഗാമികൾ നമ്മെ ഓരോ ദുരന്തങ്ങൾ നമുക്ക് തരുന്ന പാഠങ്ങളാണ്. നാലാമത് പറയുകയാണ്, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ മൂന്നാമത് മറക്കുകയില്ല എങ്കിൽ നാലാമത് സൃഷ്ടികളുള്ള ബാധ്യത നമ്മൾ മറക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ദുരന്തം അനുഭവിക്കുന്നവരെ നമ്മൾ സഹായിക്കണം. അവർക്ക് എന്താ വേണ്ടത്? ഭക്ഷണം, വസ്ത്രം, മരുന്ന്, അങ്ങനെ എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ കൂടെ പുറപ്പല്ലേ, ഇവിടെ ജാതി നോക്കണ്ട, മതം നോക്കണ്ട. ഒരു മഴവെള്ളം വരുമ്പോ കുത്തിയൊലിച്ച് ഉരുൾ പൊട്ടുമ്പോ ഇത് ക്രിസ്ത്യാനിയുടെ വീടാണല്ലോ, ഇതങ്ങ് ഒഴിവാക്കിയേക്കാം. ഇത് ഹിന്ദുവിന്റെ വീടാണല്ലോ, ഇതങ്ങ് ഒഴിവാക്കിയേക്കാം. ഇത് നിസ്കരിക്കുന്നവന്റെ വീടല്ലേ, ഇവനങ്ങ് ഒഴിവാക്കിയേക്കാം എന്ന് അള്ളാഹ് തീരുമാനിക്കൂലല്ലോ. എല്ലാവർക്കും ഒരുമിച്ചല്ലേ ദുരന്തം കൊടുക്കുക. അതുകൊണ്ട് അവിടെ ജാതിയും മതവും കൊടിയും നിറവും പാർട്ടിയും ഒന്നും നോക്കൂല, എല്ലാവർക്കും ഒരുപോലെയാണ്. അതുപോലെയാണ് നമുക്കും സഹായം കൊടുക്കും അവരെയൊക്കെ പരിഗണിക്കുക, മനുഷ്യരെ സഹായിക്കുക, അങ്ങനെയുള്ളവരായി മുന്നോട്ട് പോവുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആരക്കണം. ദുരന്തം അനുഭവിക്കുന്ന പ്രളയം അനുഭവിക്കുന്നവർക്ക് നമ്മൾ ദുആ ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. എന്താണ് ദുആ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സലാമത വൽ ആഫിയ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സലാമത വൽ ആഫിയത, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സലാമത വൽ ആഫിയ. പടച്ചവനെ, അല്ലാഹ് ഞങ്ങളുടെ നാടിന്, നാട്ടുകാർക്ക്, ഞങ്ങൾക്ക് സലാമത്തും രക്ഷയും തരണേ റബ്ബേ, ആരോഗ്യം ആഫിയത്തും തരണേ അല്ലാഹ് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദുആരക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാവർക്കും വേണ്ടി ദുആരക്കുക. ഈ പ്രാർത്ഥനകളൊക്കെ പഠിച്ചു വെക്കുക. അള്ളാഹു പഠിക്കാൻ പകർത്താൻ ഭാഗ്യം തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി നിങ്ങൾ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ ഊസിക്കും ബിദ്ദുആ. അതുപോലെ ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നൊരു ചാനൽ നമുക്കുണ്ട്. ബദറിൻ തീരം ആത്മീയ മജ്ലിസ് എന്നൊരു ചാനലുണ്ട്. എല്ലാ അസ്ഹാബുൽ ബദറിന്റെ നാമധേയത്തിലാണ്. ഈ 2 ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരറിവുമായി കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.